ദക്ഷ കോട്ട് വലിച്ചിട്ട് മുടിയൊതുക്കി ചുറ്റും കണ്ണോടിച്ചു. അവൾക്കൊപ്പം അവളുടെ പിയെയും ഇറങ്ങി. അവർ വന്നറിഞ്ഞതും ധൃതി പിടിച്ച് മഹേഷ് പുറത്തേക്ക് ഇറങ്ങി. വെൽക്കം മാഡം, മഹേഷ് വിനയത്തോടെ പറഞ്ഞു. ഓ താങ്ക്സ്. യുവർ നെയിം? ദക്ഷ ചോദ്യപാത്രത്തിലാണ് നോക്കി. മഹേഷ്. ഓക്കെ മഹേഷ്, നമുക്ക് എംഡിയുടെ ക്യാബിനിലേക്ക് പോവാം. ഐ ക്യാൻ വെയിറ്റ് മോർ. ദക്ഷ അക്ഷമയോട് പറഞ്ഞു. യാ ഷുവർ, പ്ലീസ് കം വിത്ത് മീ. മഹേഷ് ദക്ഷയും കൊണ്ട് ഡെന്നിയുടെ ക്യാബിനിലേക്ക് നടന്നു. സർ. മഹേഷിന്റെ വിളിയേട്ട് ഡെന്നിയിൽ ലച്ചുവിൻ ഞെട്ടി. അവൾ വേഗം അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറി. ലച്ചുവിന് അയാളെ നോക്കാനൊരു സമ്മതി തോന്നി. പക്ഷേ ഡെന്നിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. യെസ് പറയൂ. ഡെന്നി കുറച്ച് ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഷീസ് ഹിയർ, അയാൾ പറഞ്ഞു. ഓക്കെ പ്ലീസ് കോൾ ഹർ, ഡെന്നി പറഞ്ഞു. മഹേഷ് ദക്ഷയെ അകത്തേക്ക് ക്ഷണിച്ചു. ദക്ഷ നിറഞ്ഞ ചിരിയോടെ അകത്തേക്ക് കയറി. ചെയറിലിരിക്കുന്ന ഡെന്നിയെ കണ്ടതും അവൾ അത്യധികം സന്തോഷത്തോടെ അവന്റെ അരികിലേക്ക് നടന്നെടുത്തു. പക്ഷേ ഡെന്നിയുടെ തൊട്ടരികിലായി നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും അവളുടെ മുഖം കറുത്തു. ഹായ് ഡെന്നിച്ച. തേനും പാലും ഒഴുക്കിക്കൊണ്ട് അവൾ വിളിച്ചു. ഓ തുടങ്ങി പൂട്ടിപ്പിശാശ്. ലച്ചു പിറുപിറുത്തു. ഡെന്നി അത് കേട്ടതും ലച്ചുവിനെ കണ്ണുരുട്ടി നോക്കി. ലച്ചു അവനെ പുച്ഛിച്ചുകൊണ്ട് മുഖം തിരിച്ചു. ഹായ് ദക്ഷ, ഇരിക്കെ, എപ്പെത്തി? ഡെന്നി മടുപ്പൊന്നും കാണിക്കാതെ ചോദിച്ചു. വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ്. ഇത് നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് പോന്നു. ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കുന്നില്ല. ദക്ഷ വളരെയധികം എക്സൈറ്റ്മെന്റോടെ പറഞ്ഞു. വല്ല മൂലക്കുരു ഉണ്ടാവും, അതാ ഇരിപ്പുറക്കാത്ത. ലച്ചു വീണ്ടും പിറുവിറുത്തി. ഡെന്നി പതിയെ ആരും കാണാതെ അവളുടെ തുടയിൽ പിച്ചി. ആ ലച്ചു നിന്നിടത്തുനിന്ന് തുള്ളി. എന്തു പറ്റി ലച്ചു? ദക്ഷ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഒരു ഉറുമ്പ് അടിച്ചതാ. ലച്ചു ഡെന്നിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡെന്നി അവളെ നോക്കി കണ്ണിറുക്കി. നിങ്ങളുടെ ഒരു സ്റ്റാഫ് വരുന്നാണല്ലോ പറഞ്ഞ്, എന്തിനാ ദക്ഷ നേരിട്ട് വന്ന്? ഡെന്നി ടേബിളിൽ നിന്ന് പെണ്ണ് കറക്കിക്കൊണ്ട് ചോദിച്ചു. നത്തിങ്, ഇവിടെ ആകുമ്പോൾ ഡെന്നിസിനോടൊപ്പം വർക്ക് ചെയ്യാമല്ലോ, എപ്പോഴും കാണാം, സംസാരിക്കാം, ദാറ്റ്സ് ഓൾ. ദക്ഷ ചിരിയോടെ പറഞ്ഞു. കാവിലമ്മേ ശക്തി തരൂ, ലച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് പല്ലുകടിച്ചു. നൈസ്, ഡെന്നി ലച്ചുവിനെ ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ലച്ചുവിന് സുഖമല്ലേ? ദക്ഷ ഒലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ പരമസുഖം. താല്പര്യമില്ലെങ്കിലും ഒരു ചിരി മുഖത്തൊട്ടിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. അപ്പോഴാണ് ദക്ഷ അവളുടെ നെറുകയിൽ സിന്ദൂരം കണ്ടത്. അവൾ അത്ഭുതത്തോടെ ലച്ചുവിനെ നോക്കി. ഓ, ഇയാളുടെ മാരേജ് കഴിഞ്ഞോ? വാട്ട് എ സർപ്രൈസ്. അതെന്തായാലും നന്നായി. എത്രയാണെന്ന് വെച്ചാ മോളെയും കൊണ്ട് ഒറ്റയ്ക്ക്? അല്ല, ലച്ചുവിന്റെ മോളെ ഏറ്റെടുക്കാൻ ഇയാളുടെ ഹസ്ബൻഡ് തയ്യാറായോ? ദക്ഷ പുച്ഛത്തോടെ ചോദിച്ചു. ലച്ചു ദേഷ്യത്തോടെ ഡെന്നിയെ നോക്കി. ഡെന്നി മുഷ്ടിയുട്ടി ദേഷ്യം അടക്കി പിടിച്ച് നിന്നു. പപ്പേ. ഡെന്നിയുടെ ക്യാബിൻ ഡോർ തുറന്ന് മിഴി അകത്തേക്ക് വന്നു. എല്ലാവരും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. സർപ്രൈസ്, മിഴി ചാടി വീണോണ്ട് പറഞ്ഞു. കുഞ്ഞാ, ഡെന്നി അത്ഭുതത്തോടെ വിളിച്ചു. മിഴി ഓടി വന്ന് അവന്റെ മേലേക്ക് ചാടി. ഡെന്നി അവളെ എടുത്തുയർത്തി. ഞാൻ വന്നു, മിഴി സന്തോഷത്തോടെ പറഞ്ഞു. ദക്ഷയ്ക്ക് ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി കുഞ്ഞാ? ഡെന്നി അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും പ്രഭാകർ അകത്തേക്ക് വന്നു. ഞാൻ പേബേറ്റന്റെ പൂജ വന്നതാ, മിഴി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. എന്റെ മോനെ, ഞാൻ കടയിലേക്ക് ഇറങ്ങിയപ്പോ കൂടെ ചാടിക്കേറി വന്നതാ. ഇതിന്റെ മുന്നിലെത്തിയപ്പോ പെണ്ണിന്റെ തരം മാറി. പിന്നെ എന്ത് ചെയ്തിട്ടും പെണ്ണൊരടി അനങ്ങുന്നില്ല. ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവസാനം നിവൃത്തിയിലാകെ കൊണ്ടുവന്നാ, അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. ഡെന്നി ആണോ എന്ന രീതിയിൽ മിഴിയെ നോക്കി. മിഴി നാണം കൊണ്ട് ഡെന്നിയുടെ തോളിൽ മുഖം പൂഴ്ത്തി. അച്ഛൻ പോയിക്കോ, ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നോളാം, ഡെന്നി ചിരിയോടെ പറഞ്ഞു. പ്രഭാകരൻ മിഴിയുടെ ചെവിയിൽ കളിയായി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കുറുമ്പ് കൂടുന്നുണ്ട് പെണ്ണിന്, ലച്ചു അവളുടെ കവിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പേ, മിഴി ചിണുങ്ങി. ഡേ, ഡെന്നി ലച്ചുവിനെ പേടിപ്പിച്ചു. മിഴി ഇപ്പോഴും ഡെന്നിയെ പപ്പ എന്നാണ് വിളിക്കുന്നേ? ദക്ഷ അസ്വസ്ഥതയോട് ചോദിച്ചു. പിന്നെ എന്റെ പപ്പയെ ഞാനല്ലാണ്ട് ആദ്യാനോ പപ്പീന്ന് വിളിച്ചെന്റെ? മിഴി ദേഷ്യത്തോടെ ചോദിച്ചു. അതല്ല ഞാൻ ഉദ്ദേശിച്ച്, ലച്ചുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടും മിഴി ഇപ്പോഴും ഡെന്നിസിനെ പപ്പ എന്നാണ് വിളിക്കുന്നത്? ദക്ഷ സംശയത്തോട് ചോദിച്ചു. അതിന് എന്റെ ഭാര്യയെ ഞാൻ വേറെ കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ, ഡെന്നി ഒരു ചിരിയോടെ പറഞ്ഞു. വാട്ട്? ദക്ഷ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. യെസ് മിസ് ദക്ഷ, ഈ നിൽക്കുന്ന വേദലക്ഷ്മി എന്റെ ഭാര്യയാണ്. ഞാൻ മിന്നു കിട്ടിയ എന്റെ പെണ്ണ്, അതായത് ഡെന്നീസ് ജോർജ് എന്ന എന്റെ പെണ്ണ്, ഡെന്നി ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദക്ഷയുടെ മുഖം വിളറി വെളുത്തു. ലച്ചു പുച്ഛത്തോടെ അവളെ നോക്കി. അപ്പോ മിഴി? ദക്ഷ തളർച്ചയോട് ചോദിച്ചു. വാട്ട് ഈസ് സില്ലി ക്വസ്റ്റ്യൻ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ സംശയത്തോട് നോക്കുന്ന ആദ്യത്തെ വ്യക്തി താനായിരിക്കും. ഷീസ് മൈ ഏജ്, ഡെന്നി മിഴിയുടെ കവിളി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, വേദലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ ഡെന്നിച്ച് മിഴിയെ ഏറ്റെടുത്താണല്ലേ? ദക്ഷ പുച്ഛത്തോട് ചോദിച്ചു. വാട്ട് നോൺസെൻസ്, മൈൻഡ് യുവർ വേർഡ്സ്. അങ്ങനെയൊന്നും ഏറ്റെടുക്കേണ്ട ഗതികേട് ഡെന്നീസിന് വന്നിട്ടില്ല. ഷീസ് മൈ ഡോട്ടർ, മൈ ബ്ലഡ്, ഡെന്നി മിഴിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദക്ഷ ആകെ വിളറി വെളുത്തു. ഹൗ കുഡ് ദാറ്റ് പോസിബിൾ? തളർച്ച പുറത്താണിക്കാതെ അവൾ ചോദിച്ചു. വാട്ട് ഡിഡ് യു മീൻ ഫ്രം ദാറ്റ്?
എന്റെ ഭാര്യ മോളും എന്റെ അല്ലെന്നാണ് താൻ പറഞ്ഞു വരുന്നത്? ഡെന്നിക്ക് ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു. നോ, ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി പോയി. എനിവേ കൺഗ്രാറ്റ്സ്. ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. താങ്ക്സ്. താല്പര്യമില്ലാതെ ഡെന്നി പറഞ്ഞു. ഓക്കെ, നമുക്ക് നാളെ മുതൽ തുടങ്ങാം. ഇന്ന് ഭയങ്കര ഹെഡേജ്, മേ ബി ജെറ്റ് ലാഗ് ആയിരിക്കും. സോ ഗൈസ് പ്ലീസ് എക്സ്ക്യൂസ്. ദക്ഷ അതും പറഞ്ഞ് കാറ്റുപോലെ പുറത്തേക്ക് പോയി. പിന്നെ അവൾ അന്ന് ഉഗാണ്ടയിൽ നിന്നല്ലേ ജെറ്റ് ലാഗ് വരാനായിട്ട് 1 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നാണ് അവിടെ പട്ടിഷോ. ഞാനും കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ. ലച്ചു ദക്ഷ പോയ വഴി നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. കാലെത്ര കഴിഞ്ഞാലും പെണ്ണെന്നും പെണ്ണ് തന്നെ. ഡെന്നി അതും പറഞ്ഞു ഒരു ദീർഘനിശ്വാസത്തോടെ ചെയറിലിരുന്നു. ദയിച്ചാ എനിക്ക് ആ പെണ്ണിനെ തീരെ പിടിച്ചിട്ടില്ല. എന്തായാലും ജെറ്റ് ലാഗും സഹിച്ച് അവൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കും നല്ല ഉദ്ദേശത്തോടെ അല്ല. ലച്ചു ഡെന്നിയുടെ അരികിൽ നിന്നോട് പറഞ്ഞു. നിനക്ക് എന്താ ലച്ചു, അവൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല. ഡെന്നി അവളെ സമാധാനിപ്പിച്ചു. എനിക്കും ആ സാധനത്തിന് ഇഷ്ടമായില്ല, മിഴി ഡെന്നിയെ നോക്കി പറഞ്ഞു. കണ്ടോ, എന്റെ മോൾക്ക് വിവരമുണ്ട്. വാമത്തെ അമ്മ ഐസ്ക്രീം ആയി തരാം. ലച്ചു മിഴിയെടുത്ത് പുറത്തേക്ക് നടന്നു. ഡെന്നി അവർ പോകുന്നു ഒരു ചിരിയോടെ നോക്കിയിരുന്നു. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ദക്ഷയുടെ പെരുമാറ്റം ഡെന്നിയുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്ത് പാകിയിരുന്നു. അവൻ അസ്വസ്ഥമായ മനസ്സോടെ ചെയറിലേക്ക് ചാരിയിരുന്നു, കണ്ണുകൾ അടച്ച്. ഹോട്ടലിലെ തന്റെ റൂമിൽ കയറിയ ദക്ഷ കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. അവൾക്കാകെ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഇല്ല ഡെന്നിച്ച, സമ്മതിക്കില്ല ഞാൻ. നിങ്ങൾ എന്റെയാ. എല്ലാം നഷ്ടപ്പെട്ട് പുതിയൊരു ദക്ഷ ആയപ്പോഴും എന്നിൽ മാറാൻ നിന്ന് ഡെന്നീസ് എന്ന വികാരമായിരുന്നു. അതിന് എന്തൊക്കെ പറഞ്ഞാലും മാറാനും പോകുന്നില്ല. എനിക്ക് വേണം നിങ്ങളെ. ഇന്നലെ വരെ ഇല്ലാത്തൊരു ഭാര്യ മോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി അവർ രണ്ടിനെയും ഉടലോടെ ഇരിച്ചു കളയാനും മടിക്കില്ല ഞാൻ. അവൾ ദേഷ്യത്തിൽ അലറി. ആ സമയം അവളിലൊരു പ്രാന്തിയുടെ ചേഷ്ടകളായിരുന്നു. സ്വന്തം മുടിയെല്ലാം പിച്ചിപ്പറിച്ച് വെറും തറയിൽ അവൾ കിടന്നു. അപ്പോഴും അവളുടെ നാവിൽ ഡെന്നിയുടെ പേരായിരുന്നു. രാത്രി ഡെന്നിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ലച്ചുവും മിഴി. മിഴി ഡെന്നിയോട് വാത്തോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഡെന്നിയും അതിന് അവന്റേതായ രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. ലച്ചു മൗനമായി അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. എന്തോ ആലോചിക്കുന്നതിന്റെ പിരിമുറുക്കമായി അവളുടെ വിരലുകൾ അവന്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയ പെണ്ണെ, കുറെ നേരമായല്ലോ? ഡെന്നി ലച്ചുവിനെ നോക്കി ചോദിച്ചു. ഈ ചായ? അവൾ അവനെ തലയുയർത്തി നോക്കി. എന്താ ഈ കുഞ്ഞി തലയിട്ട് പോക്കുന്നു? അവൻ അവളുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ആ ദക്ഷയുടെ കാര്യം ആലോചിച്ചതാ, അവൾ മടിച്ചു പറഞ്ഞു. നീ അത് ഇതുവരെ വിട്ടില്ലേ, ഈ പെണ്ണിന്റെ ഒരു കാര്യം? ഡെന്നി അവളെ കളിയാക്കി. അങ്ങനെ അല്ലീച്ചായ എനിക്കെന്തൊരു പേടി തോന്നുന്നു. എല്ലാ സന്തോഷവും ഒരുമിച്ച് വന്നപ്പോൾ വിഷമിപ്പിക്കാൻ എന്തോ വന്ന പോലെ, അവൾ ടെൻഷനോടെ പറഞ്ഞു. നീ കൂടുതൽ ആലോചിച്ച് കാട് കയറണ്ട, കിടക്കാൻ നോക്ക്. എന്തായാലും ഞാനുണ്ടല്ലോ. അവനവളെ സമാധാനിപ്പിച്ചു. ലച്ചു പേടിച്ചണ്ട, നാളെ മുതൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം. ആ പിശാചിന് നല്ല പനി കൊടുക്കാം, മിഴി ആവേശത്തോടെ പറഞ്ഞു. ആ അപ്പൊ പൊന്നുമോള് നാളെ മുതൽ സ്കൂളിൽ പോകാൻ പ്ലാനൊന്നുമില്ലേ? അവള് വലിയ ആള് വന്നേക്കാണ് പണി കൊടുക്കാനായിട്ട്. മര്യാദക്ക് നാളെ സ്കൂളിൽ പോക്കണം. ഡെന്നി അവളെ ഭീഷണിപ്പെടുത്തി. ശോ, ഈ പാപ്പച്ച ഒന്നും അരിയില്ല, മിഴി അവന്റെ നെഞ്ചിൽ കയറിയിരുന്നോണ്ട് പറഞ്ഞു. ആ ശരിയാ, എനിക്കൊന്നും അറിയാത്തോണ്ടാണല്ലോ നീ ഉണ്ടായത്. ഡെന്നി പറഞ്ഞിരുത്തിയോ ലച്ചു അവന്റെ നെഞ്ചിൽ പിച്ചി. പിച്ച് കൊള്ളിലടി യക്ഷി, അവൻ അലറി. ഒന്നെ മിണ്ടാ നിക്കോ, ഞാനൊരു കാര്യം പറഞ്ഞേ കണ്ടില്ലേ, മിഴി ദേഷ്യത്തോടെ പറഞ്ഞു. ഓ സോറി മാഡം പറയും, ഡെന്നി നെഞ്ചൊഴിഞ്ഞോട് പറഞ്ഞു. ഞമ്മച്ച് കോരിയെ കൂതി വിരിച്ചാം, അപ്പൊ എനിക്കൊരു കൂറ്റായി, മിഴി വലിയ കാര്യം പോലെ പറഞ്ഞു. എന്തിന്? ഡെന്നി സംശയത്തോട് ചോദിച്ചു. ആ പിശാചിന് പനി കൊടുക്കാൻ, മിഴി നിഷ്കളങ്കമായി പറഞ്ഞു. നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടതായിരുന്നില്ല മോളെ, ഡെന്നി ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. പിന്നെ? മിഴി സംശയത്തോടെ ചോദിച്ചു. ജനിക്കേണ്ടതേ അല്ലായിരുന്നു. മിണ്ടാണ്ട് കിടക്കടി. അവൾ ആറ്റം ബോംബ് നിക്ഷേപിക്കുന്ന ഗൗരവത്തിലാ പറയുന്നത്. നീയൊക്കെ വലുതായി വരുമ്പോഴേക്കും നാട്ടുകാരുടെ തല്ലുകൊണ്ട് ഞാൻ ചാവും, ഡെന്നി അവളെ ബലമായി നെഞ്ചിൽ പിടിച്ച് കിടത്തിക്കൊണ്ട് പറഞ്ഞു. ഈ പപ്പച്ച ഒന്നും അരിയില്ല, ഞാനെ കോരിയെ വിളിച്ചനം, മിഴി മനസ്സിൽ കണക്കുകൂട്ടി. ഡെന്നിയുടെ ഭാവം കണ്ടതും ലച്ചു പൊട്ടിച്ചിരിച്ചു. ചിരിക്കടി ചിരിക്ക്, ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാവോ എടുക്കാൻ? ഡെന്നി ലച്ചുവിനെ നോക്കി ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല, ഈ ചായന് കൂടി തയ്യാറാണേ, നമുക്ക് ട്രൈ ചെയ്യാം, ലച്ചു ചുണ്ടടിച്ചോണ്ട് പറഞ്ഞു. മിണ്ടാതെ കിടക്കടി കുരുപ്പേ, മനുഷ്യനെ വഴിഞ്ഞെറ്റിക്കാതെ, അവനവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ തലവെച്ച് കിടന്നു. അമ്മയും മോളും കൂടി എന്നെ ഒരു വഴിക്കാക്കും, നെഞ്ചിൽ കിടക്കുന്ന മിഴിയെയും ലച്ചുവിനെയും നോക്കി ദയനീയമായി ഡെന്നി മനസ്സിൽ പറഞ്ഞു. ദക്ഷ ഓഫീസിൽ വന്നു പോയിട്ട് 2 ദിവസം കഴിഞ്ഞു. ശാരീരിക അസ്വസ്ഥ കാരണം ഒരാഴ്ച കഴിഞ്ഞ് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ദിവസം ലച്ചുവിന് സമാധാനമായിരുന്നു. ദക്ഷയുമായി അടുക്കാതിരിക്കാൻ മാക്സിമം ലച്ചു ഡെന്നിയെ ചട്ടം കെട്ടിയിരുന്നു. അവളുടെ കുശുമ്പ് നല്ലപോലെ അറിയാവുന്ന ഡെന്നി വെറുതെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഈ ഒരാഴ്ച മിഴിയെ സ്കൂളിൽ വിടാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ആ 4 വയസ്സിനിടയ്ക്ക് പഠിച്ച പണി 18 നോക്കിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ലച്ചുവും ഡെന്നി ഓഫീസിൽ പോകുമ്പോൾ മിഴിയെ പ്ലേ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ പോകേണ്ടെന്ന സന്തോഷത്തിൽ മിഴി തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്.